ലഭിക്കുന്നില്ലെന്ന് പരാതിപ്പെടുന്നവർ കൊച്ചിയിലെ മൻമോഹനെ പരിചയപ്പെടുക. പഠനത്തോടൊപ്പം പൂന്തോട്ട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ യുവാവ്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ മൻമോഹന്റെ വീട്ടുമുറ്റത്തും മട്ടുപ്പാവിലുമായി പലതരം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. മാസം നല്ലൊരു തുകയും പൂക്കൃഷിയിലൂടെ മൻമോഹൻ നേടുന്നുണ്ട്. പൂന്തോട്ട നിർമ്മാണം ഒരു വിനോദമായാണ് മൻമോഹൻ തുടങ്ങിവെച്ചത്. ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീടുകളിൽ പുതിയ തരം ചെടികൾ കണ്ടാൽ അത് കൊണ്ടുവന്ന് വീട്ടുമുറ്റത്ത് നടും. ഇങ്ങനെ കൊണ്ടുവന്ന ചെടികളായിരുന്നു ആദ്യമെല്ലാം മൻമോഹന്റെ പൂന്തോട്ടം അലങ്കരിച്ചത്. പിന്നീട് ഈ ചെടികൾ തേടി ആവശ്യക്കാർ വരാൻ തുടങ്ങിയതോടെ പൂന്തോട്ട കൃഷി കൂടുതൽ വിപുലപ്പെടുത്തി. കോതമംഗലം MA കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് മൻമോഹൻ. പരീക്ഷ ചൂടിലാണെങ്കിലും ചെടികളുടെ പരിചരണം കഴിഞ്ഞാണ് മനുവിന്റെ പഠനം. ദിവസവും 2 മണിക്കൂറെങ്കിലും മൻമോഹൻ ചെടികളോടൊപ്പം ചിലവഴിക്കും. പരിപാലന രീതി എന്ന് പറഞ്ഞാല് ഭയങ്കര വലിയ കെയറൊന്നും വേണ്ട. നമുക്ക് എന്താണ് പിണ്ണാക്ക് കുളിപ്പിച്ച വെള്ളം ഇട്ട് കൊടുക്കണം. ജൈവ രീതി നമുക്ക് നല്ല സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാം. പിന്നെ ഫ്ലവേഴ്സ് കൂടുതലുണ്ടാവാനും ലാസ്റ്റ് ചെയ്യാനായിട്ട് നമ്മള് പൊട്ടാഷ് ഒരു 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചോറിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ മെയിനായിട്ട് രോഗങ്ങൾ വരുന്നത് ഫംഗസ്, ഈ മഴയത്ത് ഫംഗസ് വന്നിട്ട് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് ഫംഗിസൈഡ് ബാവിസ്റ്റിൻ അല്ലെങ്കിൽ ഇൻഡോഫിലിൻ എന്ന കുമിൾനാശിനികൾ ഒഴിച്ചു കൊടുക്കാം. ആഴ്ചയിൽ 2 തവണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ വളം അതേപോലെ ആഴ്ചയിൽ 1 തവണ അല്ലെങ്കിൽ 2 തവണ. അപ്പം വളം നമുക്ക് 2 രീതിയിൽ കൊടുക്കാം. ഒന്ന് വെള്ളത്തിൽ ലയിപ്പിച്ചുകൊണ്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സോളിഡായിട്ട് പിണ്ണാക്ക് ഒന്നെങ്കിൽ നമുക്ക് കുളിപ്പിച്ച് അതിന്റെ തെളി എടുത്ത് ഒഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കടലപ്പിണ്ണാക്ക് പൊടിച്ചിട്ട് ഓരോന്നുള്ളിൽ ഇട്ട് കൊടുക്കാം. കടലപ്പിണ്ണാക്ക് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കൂടുതൽ എഫക്റ്റീവ്. കാരണം വെച്ചാൽ എല്ലാ സമയത്തും അത് നീരിറങ്ങുമ്പോൾ അതിന് എപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒക്കെ അതിന് വളം കിട്ടിക്കൊണ്ടിരിക്കും. മറ്റൊന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വളമൊക്കെ അങ്ങ് ഫിൽറ്ററായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം മഴക്കാലത്ത് ഈ പിണ്ണാക്ക് പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫംഗസ് രോഗങ്ങൾ വരും. അതുകൊണ്ട് മഴക്കാലത്ത് കുളിപ്പിച്ച വെള്ളം കൊടുക്കാനാണ് നല്ലത്. വെള്ളത്തിൽ ലയിപ്പിച്ചുകൊണ്ട് കൊടുക്കുന്നത് നല്ലത്. ഗ്ലാസിലും ചട്ടിയിലുമാണ് ചെടികൾ നടുന്നത്. 50 മുതൽ 350 രൂപ വരെയാണ് ഈ ചെടികളുടെ വില. പുഷ്പകൃഷിയിലൂടെ മാസം 15,000 മുതൽ 20,000 രൂപ വരെ നേടാൻ കഴിയുന്നുണ്ടെന്ന് മൻമോഹൻ പറഞ്ഞു. ആഴ്ചയില് എങ്ങനെയൊക്കെ വന്നാലൊരു ദിവസം എങ്ങനെയൊക്കെ വന്നാലൊരു നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു 3,000-5,000 റുപ്പീസിന്റെ അടുത്ത് വരെ നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാം. പിന്നെ പ്ലാന്റ്സ് ഇങ്ങനെ പെട്ടെന്ന് തീരുന്നതുകൊണ്ട് ഉണ്ടാക്കി എത്തില്ല എന്നുള്ളതാണ് അത്. പ്ലാന്റ്സ് 3 ആഴ്ച എടുക്കും അത് പിടിച്ചു വരാനേ. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു 3 ആഴ്ച നമുക്ക് ഡെഡാണ്. പിന്നെ ആ ഒരു വലിപ്പത്തിലേക്ക് ഒരു 100 രൂപയുടെ വലിപ്പത്തിൽ എത്താനായിട്ട് 1 മാസം കൂടി ഗ്രൂപ്പ് വേണം. അപ്പോൾ 2 മാസം നമുക്ക് ഉപയോഗിക്കാനായിട്ട് വരില്ല. അപ്പോൾ നല്ല സെയിലാണെന്നുണ്ടെങ്കിൽ തൈകൾ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് മഴക്കാലത്ത് നമുക്ക് ബാക്കിയുള്ള അത്രയൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല, ഫ്ലവേഴ്സ് ഉണ്ടാവില്ല, വെറൈറ്റി കൊടുക്കാനില്ല. പിന്നെ ഇപ്പോഴത്തെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ആണ് മെയിനായിട്ട് നോക്കുന്നത്. ക്വാളിറ്റി കോസ്റ്റിനെക്കാളും ക്വാളിറ്റിയാണ്. പൂക്കൃഷിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം പുതിയ ഇനം പൂച്ചെടികൾ വാങ്ങുന്നതിനും പഠനാവശ്യത്തിനുമാണ് ചിലവാക്കുന്നത്. പഠനത്തോടൊപ്പം കൃഷിയിൽ നിന്ന് സ്വന്തമായി വരുമാനം ഉണ്ടാക്കുന്ന ഈ ചെറുപ്പക്കാരൻ മറ്റു വിദ്യാർത്ഥികൾക്കും മാതൃകയാകുന്നു.